മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ മാർക്കറ്റ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷനും പ്രൊമോഷനും ആണ്. അതായത് എക്സ്പ്ലെയിൻ സ്ട്രാറ്റജി ഫോർ റീച്ചിങ് ദ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഇതിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെ മാർക്കറ്റിലേക്ക് നമ്മൾ എത്തുക, അതായത് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ്, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് യുവർ പ്രൊഡക്റ്റ്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ലുക്ക് അറ്റ് ദിസ് സെക്ഷൻ കെയർഫുള്ളി. അതായത് നമ്മൾ ഇനി ഇൻവെസ്റ്റേഴ്സ്, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, നമുക്ക് കമ്പനിയിൽ പൈസ തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഇവരെങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണേ, എങ്ങനെയാണ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. അനലൈസ് യുവർ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ്, അവർ എന്തൊക്കെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണത്, അതൊക്കെയാണ് നമ്മളും ഫോളോ ചെയ്യുക. അത് ക്രിയേറ്റിംഗ് ഇന്നോവേറ്റീവ് പ്ലാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിയേറ്റീവായിട്ട് കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് പ്രൊമോഷണലായിട്ട് മെയിനായിട്ട് പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ്, നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ് കൊടുക്കുക. അതിപ്പോൾ റേഡിയോ, പ്രിൻ്റ്, വെബ്, അതുപോലെ തന്നെ മെയിൽ, ട്രേഡ് ഷോസ്, പബ്ലിക് റിലേഷൻ, പ്രൊമോഷൻ മെറ്റീരിയൽ, ടെലിഫോണ്, 1-on-1 സെയിൽസ്, സ്ട്രാറ്റജിക് അലയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ആ പ്രൊഡക്റ്റ് എന്തെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് പ്രൊമോഷണൽ ആസ്പെക്റ്റാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇന്നോവേറ്റീവ് മാർക്കറ്റിംഗ് പ്ലാൻ ക്രിട്ടിക്കൽ കമ്പനി സക്സസ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ, അതായത് പ്രൊമോഷണൽ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇനി വരുന്നതാണ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കോമ്പറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്, നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ യുണീക്ക് ഫീച്ചേഴ്സ്, അതാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന്. കോമ്പറ്റീഷൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ക്രിട്ടിക്കൽ. നമ്മുടെ കോമ്പറ്റീഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, നമുക്കുള്ള സ്ട്രെങ്ത്തുകൾ, നമ്മുടെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്, അതിൽ പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്, അത് സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീക്ക്നെസ്സസ്. ഓൾറെഡി ചില കോമ്പറ്റീഷൻ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് കുറേ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ഡിസ്ട്രിബ്യൂഷൻ ചാനൽസോ കാര്യങ്ങളൊന്നും എത്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതാണ് ഇവിടെ. ഈ ഏരിയയിലാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐഡൻറ്റിഫൈ യുവർ ക്ലോസസ്റ്റ് കോമ്പറ്റീറ്റർ. നമ്മുടെ ഏറ്റവും അടുത്ത കോമ്പറ്റീറ്റർ ഏതാണ്? ഡിഫൈൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. അവരുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് ഡു ദേ കറൻ്റ്ലി ഹാവ്. അവർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട്, പിടിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹൗ ഡു യുവർ ഓപ്പറേഷൻ ഡിഫർ ഫ്രം യുവർ കോമ്പറ്റീഷൻ. അവരിൽ നിന്ന് നമ്മൾ എന്താണ് വ്യത്യാസമായിട്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്, റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ദെൻ ഇൻ വാട്ട് വേ ദ ബിസിനസ് സുപ്പീരിയർ ടു കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനുള്ള സുപ്പീരിയർ വഴി എന്താണ്. ദെൻ ബിസിനസ്, ഹൗ ഈസ് ദെയർ ബിസിനസ് ഡൂയിങ്. എങ്ങനെയാണ് നമ്മൾ ബിസിനസ്, അവർ ബിസിനസ് ചെയ്യുന്നത്. സിമിലാർ ടു യുവേഴ്സ്, നമ്മളെങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മളെങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് സെർട്ടൻ ഏരിയാസ് ഓഫ് ബിസിനസ്, ഏതൊക്കെ ഏരിയാസിലുള്ള ബിസിനസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് കോമ്പറ്റീഷനിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷൻ എന്ന് പറയും. ഇനി അത് നമ്മൾ വർക്കിംഗ് ചെയ്യുകയാണ് ഓപ്പറേഷനിൽ. സെൽ യുവർ ഐഡിയ ഓ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ ഐഡിയ സെയിൽ ചെയ്യുകയാണ്, അതായത് നമ്മളത് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. വാട്ട് സോഴ്സ് ആൻഡ് പ്രോസസ് നെക്സ്റ്റ് ടു ഗെറ്റ് പ്രൊഡക്റ്റ്, അത് എവിടെ നിന്നൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റാഫിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻ എന്നുള്ളതിൽ നമ്മൾ എക്സ്പ്ലെയിൻ. പ്രൊവൈഡ് റോൾ ഔട്ട് സ്ട്രാറ്റജി ടു റിക്വയർമെൻറ്റ് നീഡ് ടു പർച്ചേസ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. അത് വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓപ്പറേഷൻ എന്നതിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്, ഓപ്പറേഷനിൽ വരുന്ന കാര്യങ്ങൾ.